പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്ലോഗ് ലോകം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നമാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ റോഡിലൂടെ രാവിലെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. എന്താണ്? ധാരാളം തെരുവ് പട്ടികൾ. അത് ഏത് സമയത്താണ് നമ്മളെ ഓടി വന്ന് കടിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കറിയാം, ഈയിടെ ഉണ്ടായൊരു സംഭവം, വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവം. കൊല്ലം ജില്ലയിലെ കുന്നിക്കോടുള്ള 7 വയസ്സുള്ള നിയ ഫൈസൽ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെരുവ് പട്ടി കടിച്ചു. അതിന് 3 ഡോസ് വാക്സിൻ കൊടുത്തു. പക്ഷേ 10-25 ദിവസം ആശുപത്രിയിൽ കിടന്ന് മരണത്തോട് മല്ലിട്ട് ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഈ നിയയുടെ സംഭവം ഇത് ആദ്യമല്ല. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വലിയ ചർച്ചയുമായിട്ടുണ്ട്. കുറച്ചാൾ നമ്മൾ ചർച്ച ചെയ്യും, കുറച്ച് കഴിഞ്ഞ് നമ്മളത് മറക്കും. എന്നാൽ ഈ പേപ്പട്ടി കടി കൊണ്ടുള്ള മരണം, ഇതിനൊരു അറുതി വേണ്ടേ? പട്ടികടിയേറ്റാൽ സാധാരണ നമ്മൾ കൊടുക്കുന്നത് 2 തരം മരുന്നുകളാണ്. ഒന്ന് ആൻറ്റി റാബീസ് വാക്സിൻ, മറ്റൊന്ന് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ. ഇപ്പം ജീവനില്ലാത്ത വൈറസ് ആയതുകൊണ്ട് ആൻറ്റി റാബീസ് വാക്സിൻ ഒരിക്കലും അതിൽ നിന്ന് പേവിഷബാധ ഏൽക്കില്ലെന്നാണ് പറയുന്നത്. അതുപോലെ വൈറസിനെ മാക്സിമം നിർവീര്യമാക്കാനാണ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ 3 ഡോസ് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ആ കുട്ടി മരിക്കാനിടയായത്? അപ്പം നമുക്കറിയാം, നമ്മൾ പട്ടികടിയേറ്റാൽ ആദ്യം ഓടിച്ചെല്ലുന്നത് അടുത്തുള്ള ആശുപത്രിയാണ്. അപ്പം പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിലൊക്കെ ഈ മരുന്നുണ്ട്. അപ്പം കുത്തിവയ്പ്പ് എടുക്കുന്നതിന് മുമ്പ് വാക്സിൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം ഡോക്ടർമാർ പറയുന്നത് ആഴത്തിലുള്ള മുറിവ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. ഇപ്പം എത്ര ആഴത്തിലുള്ള മുറിവ് ആയാലും ശരി, ഇത്തരം മരുന്നുകൾ ഫലപ്രദമല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പം നമുക്കറിയാം, ലോകത്തെ പല രാജ്യങ്ങളിലും തെരുവ് പട്ടികളുണ്ട്. എന്നാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുള്ളത് എന്നാണ് പറയുന്നത്. അതിനൊരു കാരണം, നമ്മൾ അഭ്യസ്തവിദ്യരാണ് എന്ന് അഭിമാനിക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ മാലിന്യം നമ്മൾ റോഡിലേക്ക് വലിച്ചു. അപ്പം ആഹാര സാധനങ്ങളുണ്ടെങ്കിൽ അത് തിന്നാൻ വേണ്ടി തെരുവട്ടികൾ വരും. മറ്റൊന്ന്, ധാരാളം മൃഗസ്നേഹികളുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പം ഞാൻ നടക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ സ്കൂട്ടറിലൊക്കെ ഈ ഭക്ഷണം കൊണ്ടുവന്ന് തെരുവ് പട്ടികൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അടുത്തിരുന്ന് അവയെ തൊട്ട് തലോടുന്നതൊക്കെ കാണാം. യഥാർത്ഥത്തിൽ അവരറിയുന്നില്ല, ഈ തെരുവ് പട്ടികൾക്ക് ഒരുപക്ഷെ പേപ്പട്ടി വിഷബാധയുള്ള പട്ടികളുമായിട്ടുള്ള സംസർഗം കാണും. അങ്ങനെയുണ്ടെങ്കിൽ സൂക്ഷിക്കണം. നമ്മൾ അതിൽ നിന്ന് ചെറിയ ഒരു പല്ലിൻ്റെ പോറലോ അല്ലെങ്കിൽ നഖത്തിൻ്റെ പോറലോ ഒക്കെ വന്നാലും അത് കൂടുതൽ അപകടകരമായി തീരും. അപ്പം എങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളോടുള്ള നമ്മുടെ സമീപനം? അത് വളരെ പ്രധാനമാണ്. ഇപ്പം ഇങ്ങനെ തെരുവ് നായ്ക്കളെ സ്നേഹിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നാൽ പിന്നെ ഇവയെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കൂടെ? അപ്പം അദ്ദേഹം പറഞ്ഞു, വീട്ടിലോ? അതൊന്നും പറ്റില്ല. മാത്രമല്ല, വീട്ടുകാർ ഓടിക്കുകയും ചെയ്യും. നമുക്കറിയാം, നമ്മളെ വീടുകളിൽ വളർത്തുന്നുണ്ട്. ഈ നായ്ക്കളെ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ കൃത്യമായി അതിന് കുത്തിവയ്പ്പ് കൊടുക്കുന്നുണ്ട്, അതിനെ കുളിപ്പിക്കും, അതിനെ പരിചരിക്കും. അതൊന്നും ഈ തെരുവ് നായ്ക്കൾക്കില്ല. അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുന്നുണ്ടോ? ഈ തെരുവ് നായ്ക്കൾക്ക് കുത്തിവയ്പ്പ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ വന്ധ്യംകരണം ചെയ്യുന്നുണ്ടോ? അവയുടെ എണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ലത് അവയെ വന്ധ്യംകരിക്കലാണ്. അതും ഇവിടെ ഫലപ്രദമായി നടക്കുന്നില്ല. ഇപ്പോൾ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2024-25 ഒരു കണക്കനുസരിച്ച് 5 ജില്ലകളിൽ, ഇപ്പോൾ വയനാട്, ഇടുക്കി പോലുള്ള 5 ജില്ലകളിൽ ഒരെണ്ണത്തെ പോലും വന്ധ്യംകരിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാത്തത്? ഈ പട്ടികളിങ്ങനെ നിർബാധം വളർന്നാൽ നമ്മുടെ കുട്ടികൾക്ക്, നമുക്ക് ഒക്കെയും വളരെ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ വരും. അപ്പം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കടിയേൽക്കുന്ന കുട്ടികൾക്കാണ്. കാരണം അവർക്ക് പെട്ടെന്ന് ഓടാൻ പറ്റില്ല. 35% കടിയേൽക്കുന്നവരിൽ 35% ഈ കുട്ടികളാണെന്നാണ് പറയുന്നത്. ഇപ്പം പട്ടികടിയേറ്റാൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടം ശുദ്ധജലവും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം. അങ്ങനെ കുറച്ചു നേരം കഴുകുമ്പോഴേക്കും ആ വൈറസ് വ്യാപിക്കുന്നത് തടയാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ആശുപത്രിയിൽ എത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുക എന്നുള്ളതാണ്. 2022 ഡോക്ടർ ഇക്ബാൽ കമ്മിറ്റി ഒരു ശുപാർശ ഗവൺമെൻറ് കൊടുക്കുകയുണ്ടായി. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ
സൗജന്യമായിട്ട് 3 ഡോസ് വാക്സിൻ കൊടുക്കണം എന്നാണ്. അതേപോലെ വലിയവർക്കും കൊടുക്കണം, അതല്ലാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് നായ്ക്കളെ വന്ധ്യംകരിക്കണം, അല്ലെങ്കിൽ ഏതു വിധേനയും അവയുടെ വംശവർദ്ധനവ് തടയണം. അപ്പം ഇവയെ കൊല്ലാൻ പറ്റില്ല. അപ്പം മൃഗസ്നേഹികളും അത് എതിർക്കും. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം സംസ്ഥാന മന്ത്രി ശ്രീ എം ബി രാജേഷ് ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. ABC ചട്ടങ്ങൾ, അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ, ആ ചട്ടങ്ങൾ വളരെ കർക്കശമാണ്. അപ്പോൾ അതിന് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ സമീപിച്ചിരിക്കുകയാണ് അതിൽ ഇളവ് വരുത്താൻ വേണ്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആക്രമണകാരികളായിട്ടുള്ള ഈ തെരുവുപട്ടികളെ നമുക്ക് പിടിച്ച് കൊല്ലാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് ചെയ്യണം. അതിനായി ശക്തമായൊരു ബോധവൽക്കരണം ആവശ്യമാണ്. മാത്രമല്ല, നമ്മൾ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്, ഇവരെയൊക്കെ അപ്രോച്ച് ചെയ്ത് മാക്സിമം ഈ തെരുവുപട്ടികളെ നമ്മുടെ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യണം. പ്രത്യേകിച്ചും ആക്രമണകാരികളായിട്ടുള്ള തെരുവുപട്ടികളെ. അല്ലെങ്കിൽ ഇത് തുടർക്കഥയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.